ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. മനോനിയന്ത്രണം എങ്ങനെ ആയിരിക്കണം? പലർക്കും മനോരോഗം, മനോനിയന്ത്രണം, മാനസിക സ്ട്രെസ് എന്ന് പറഞ്ഞാൽ മുറുക്കം. ഇപ്പൊ നമ്മളൊരു കുപ്പിയുടെ മൂടി ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്താണ്, കുപ്പിയുടെ മൂടി ഊരുമ്പോൾ ശ്രദ്ധിച്ചൂരിലേക്ക് പിരിവെട്ടിപ്പോവും. അതാണ് മെന്റൽ സ്ട്രെസ്. ഈ മെന്റൽ സ്ട്രെസ് കൊണ്ട് നമുക്ക് മനോനിയന്ത്രണം നഷ്ടപ്പെടുന്നു. മനസ്സിന് നിയന്ത്രണം ഉണ്ടാക്കേണ്ടത് ഏതൊരു മനുഷ്യനും ആവശ്യം വേണ്ട ഒരു കാര്യം തന്നെയാണ്. മനസ്സിന് നിയന്ത്രണവും മനസ്സിനെ കൺട്രോളും ഇല്ലെങ്കിൽ നമുക്ക് വിചാരിച്ച പോലെ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാനോ ജീവിക്കാനോ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യന് വളരെയേറെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് മാനസിക നിയന്ത്രണം, മനോനിയന്ത്രണം എന്ന് പറഞ്ഞാൽ. മനോനിയന്ത്രണം ഇല്ലാത്തവൻ എത്ര ഉയരത്തിൽ ചെന്നിട്ടും ഒരു കാര്യവുമില്ല, ചെയ്യുന്നതൊന്നും ശരിയായി എന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് അതില്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നമ്മൾ നേരിടേണ്ടതായിട്ട് വരുന്നത്. ഈ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ദേഷ്യം, കോപം, നിരാശ, വെറുപ്പ്, വിദ്വേഷം, ഇങ്ങനെയുള്ള നവരസങ്ങളും കഴിഞ്ഞിട്ട് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും രസങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലും നമ്മൾ സ്വായത്തമാക്കിയിട്ടുണ്ടാവും മനോനിയന്ത്രണം ഇല്ലെങ്കിൽ. അപ്പോൾ മനോനിയന്ത്രണം ഉണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. ഇനി ജാതകത്തില് ആസ്ട്രോളജിക്കലായിട്ട് പറഞ്ഞാൽ ജാതകത്തില് കോപം, സങ്കടം ഇവയൊക്കെ വരുന്നത് ബുധൻ ദുർബലനായ വ്യക്തിയുടെ ലക്ഷണങ്ങളാണ്. ബുധൻ പാപത്തിലോ നീചത്തിലോ, അതായത് ദുർബലനായ ഒരു വ്യക്തിക്ക് എപ്പോഴും കോപം ഉണ്ടാവാം, സങ്കടം ഉണ്ടാവാം, ഇങ്ങനെയാണ്. അപ്പൊ ഈ മനോനിയന്ത്രണം പെട്ടെന്ന് വിട്ടുപോകുന്ന അനുഭവം സ്ഥിരമായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ, പെട്ടെന്ന് മനോനിയന്ത്രണം വിട്ടുപോകുക, ദേഷ്യം വരിക, അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകുന്ന ഒരു വ്യക്തികളാണെങ്കിൽ നമ്മൾ ബുധനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്, അനുഷ്ഠിക്കേണ്ടത്. കാർത്തിക, ഉത്രം, ഉത്രാടം, മകയിരം, ചിത്തിര, അവിട്ടം, പുണർദം, വിശാഖം, പൂരോരുട്ടാതി ഈ തുടങ്ങിയ നക്ഷത്രക്കാരെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ, അതായത് കാർത്തിക, ഉത്രം, ഉത്രാടം, മകയിരം, ചിത്തിര, അവിട്ടം, പുണർദം, വിശാഖം, പുരോരുട്ടാതി ഈ തുടങ്ങിയ നക്ഷത്രക്കാർക്ക് മനോനിയന്ത്രണം നഷ്ടമാകുന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ വേണം. ഈ നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ എപ്പോഴും മനസ്സിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കും, ചാഞ്ചല്യപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഇവർക്ക് മനോനിയന്ത്രണം ഇല്ലാണ്ടാകാം. ബുധനാഴ്ച തോറും വ്രതം അനുഷ്ഠിക്കുക. മനോനിയന്ത്രണം കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുക. മനോനിയന്ത്രണം ഉണ്ടാവാൻ വേണ്ടി, നമ്മുടെ മനസ്സിന്റെ ചാഞ്ചല്യം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബുധനാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുക. മത്സ്യമാംസാദികളൊന്നും കഴിക്കാതെ കൃഷ്ണന്റെ അമ്പലത്തിൽ പോയിട്ട്, കൃഷ്ണക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുക, എൻ്റെ മനസ്സിന് നല്ല ബലം തരണേ എന്ന് പ്രാർത്ഥിക്കുക. 41 ദിവസം തുടർച്ചയായിട്ട് കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ, കൃഷ്ണന്റെ അമ്പലത്തിൽ പോയിട്ട്, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾ നിർമാല്യം തൊഴുക. 41 ദിവസം നിർമാല്യം തൊഴുക, ക്ഷേത്ര ദർശനം നടത്തുക. അതായത് സ്ത്രീകൾ വിചാരിക്കുന്ന 41 ദിവസം പോകാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ സാധിക്കുന്നവരത് ചെയ്യാം, സാധിക്കാത്തവർ അതിനെന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ച് അത് ചെയ്യാൻ നോക്കുക. അപ്പൊ മനസ്സിന്റെ നിയന്ത്രണം നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ 41 ദിവസം കൊണ്ട് നമുക്ക് ക്ഷേത്ര ദർശനം കൊണ്ട് ഭഗവാനോട് നമ്മൾ ഭഗവാനോട് അപേക്ഷിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ ഒരു സാധ്യതകൾ കൈവരും. ഒപ്പം തന്നെ കൃഷ്ണന് പാൽപായസം നമ്മൾ വഴിപാടായിട്ട് കഴിക്കുക. ബുധനാഴ്ച ഭാഗവത പാരായണം ചെയ്യുക. മനോനിയന്ത്രണത്തിന് വേണ്ടിയിട്ട്, മനോചാഞ്ചല്യങ്ങൾ ഒഴിവാക്കുന്നതിന് നിത്യവുമുള്ള സന്ധ്യാനാമങ്ങൾ ഉപയോഗിക്കുക. സന്ധ്യാനാമത്തിന് ശ്രീകൃഷ്ണ സ്തുതി പാരായണം ചെയ്യുക. എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് ശ്രീകൃഷ്ണ സ്തുതി പാരായണം ചെയ്യുക. മനസ്സിന് ബലമില്ലാത്തവരും ചാഞ്ചല്യവും ഇല്ലാത്തവരും അത് ചെയ്യുക. നിത്യവും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിക്കുക. എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് അതങ്ങ് ജപിച്ചോളാം. ഗോപാല യന്ത്രം, ത്രിപുരസുന്ദരി യന്ത്രം എന്നിവ ധരിക്കുക. ഇതിങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ മനസ്സിന് വളരെ ആശ്വാസവും വളരെ സുഖകരമായ ഒരു അവസ്ഥയും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും.